just too good to be true. Can't take my eyes off of you. You be like heaven to touch. I wanna hold you so much. At long last, love has arrived. I thank God I'm alive. Bhagyalakshmi farms, but the same way you can see lot of nursery on the same route. It's all about vertical gardening. Looks very interesting. So this is just adjacent to the Big Banyan tree. While going towards that itself, I have noticed this, so I thought I'll just record and show you how beautifully it is done. ഇപ്പോൾ എന്താണ് ഗാർഡനിങ് ചെയ്യാനൊക്കെ സ്ഥലം ഒരു പരിമിതിയായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇഫ് യു ഹാവ് എ വാൾ, ഒരു ചുമരുണ്ടെങ്കിൽ അതിനും കൂടെ ഗാർഡനിങ് അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാമെന്നുള്ള സിറ്റുവേഷനാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ വെർട്ടിക്കൽ ഗാർഡൻ. ഹ്യൂജ് വൺ. നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ വളരെ ചെറുത് കാണുന്ന പോലെയല്ല. ഇവിടെ ഇത് ഒത്തിരി, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഫ്ലവേഴ്സാണ്. കുറേ ഇതൊക്കെ നല്ല രസമുണ്ട്. ഇത് അവരുടെ അവരുടെ ഓഫീസിൻ്റെ 4 ഭാഗത്തുള്ള ചുമരാണിത്. About vertical gardening, and this entire thing is different kinds of roses. കുറേ സ്ഥലമുണ്ട്, കുറഞ്ഞ സ്ഥലമൊന്നുമല്ല, അങ്ങോളുണ്ട്. പിന്നെന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ, ഇഫ് യു വാണ്ടഡ് ടു ബൈ എനി പോട്ട്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഈ പാം ട്രീ പോലെയുള്ള ഇത് കുറേ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിയത് എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നല്ല രസമുണ്ട്. ഇത് ഫുള്ള് ഇവരുടെ റോസിൻ്റെ ഇതാണ്. റോസ് കഴിഞ്ഞ് നമ്മുടെ ഹിബിസ്കസ് ചെമ്പരത്തീൻ്റെ മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് ചെമ്പരത്തി, അത് പൂ വിരിഞ്ഞിട്ടില്ല, ഇങ്ങനെ വരുന്ന തരത്തിലുള്ളതാണിത്. സൂര്യകാന്തിൻ്റെ, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ അവിടുത്തെ വലിയ സൂര്യകാന്തിൻ്റെ മുകളിലാണ് പൂ കണ്ടത്. ഇതിപ്പോൾ വളരെ ചെറിയ അതിൻ്റെ മുകളിൽ. ചെറിയ പൂവല്ല, ഇതിൻ്റെ ഇല തന്നെയാണ്. പക്ഷെ എല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ലീഫ് ഫ്ലവർ. അത് മറ്റേ റോസ്, പിങ്ക് ആൻഡ് വൈറ്റും കാണാം. അത് ഗ്രീനുള്ള ഇല കുറച്ച് നല്ലൊരു വരുമ്പോൾ അത് വൈറ്റിഷ്. അതിൻ്റെ ഡാർക്ക് റെഡ് ഉണ്ട്. ചെറിയ ആ ചുവന്ന അത് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. കുറേ ഉണ്ട്, കുറേ ചുരുക്കം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ചെടികളും. അതും ആ സ്ഥലപരിമിതി കാരണമാണോന്ന് അറിയില്ല, അത് അത്ര ഒരു ഹെൽത്തി അല്ല ആയിട്ട് കാണാറില്ല. ദിസ് എൻറ്റയർ റൂട്ട് ഇതിനകത്ത് കാരണം നല്ല ചെടീനോട് താല്പര്യമുള്ള ആൾ, പുതിയതായിട്ട് ഗാർഡനിങ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇത് മാത്രമല്ല, ഈ റൂട്ടിൽ ഒരു 5-6 എണ്ണം റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും ഉണ്ട്. All this hanging ones. ഗാർഡനിങ്ങിന് ഇപ്പോൾ ഒത്തിരി പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ഇതൊക്കെ വെജിറ്റബിൾസ് ആണ്. ഇത് മറ്റേ വഴുതനങ്ങ അതിൻ്റെ. വെർട്ടിക്കൽ ഗാർഡൻ്റെ അത് നിങ്ങൾക്ക് എത്ര വലുത് വേണം, എത്ര ഡിസ്റ്റൻസ്, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതൊക്കെ മെഷർമെൻറ്റ് ചെയ്തിട്ട് അവർ അതിന് കണക്കായിട്ട് ഫിക്സ് ചെയ്ത് തരുന്നതാണ്. എൻട്രൻസിൽ റൂമിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് കാണാം ഈ അധികം സൂര്യപ്രകാശം വേണ്ടാത്ത ചെടികൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാണാം. ഓ,
ഇത് നമ്മുടെ ചെറിയ മുളക്, കാന്താരി മുളകല്ല, പച്ചമുളക് തന്നെ, പക്ഷേ വളരെ ചെറിയ, അതായത് അങ്ങോട്ടതാണ്. These are like the hanging ones. ഒക്കെ ഗ്രീൻ അങ്ങനെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓർക്കിഡ്, ദീസ് ആർ ലൈക്ക് എൻറ്റയർ. ഒരു പൂന്തോട്ടത്തിൽ പോയ ഒരു എന്താണ് മറ്റേ മറന്നില്ല പേര്, ലോ ഗാർഡനിൽ എന്താ ഉണ്ടാവില്ല, ഫ്ലവർ ഫെസ്റ്റിവൽ, അതിന് പോയ ഒരു ഇത് മറ്റേ മേത്തിയല്ല, അല്ല ഇത് മറ്റേ സ്വീറ്റിൻ്റെ മഞ്ഞ കളർ ചെടിയാണ്. ഞാൻ വിചാരിച്ചു പാലക്കാണ്. ആക്ച്വലി എൻറ്റയർ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരുന്ന ഗേറ്റിനാണ്. അപ്പോൾ ഒരു ഗേറ്റ് ഇല്ലാത്ത വീട് ഇല്ലല്ലോ, അപ്പോൾ ആ ഗേറ്റിന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ഗേറ്റുമായി ഗാർഡനുമായി. ദിസ് ഇസ് റോസ് ഫാം ആൻഡ് നഴ്സറി, യുണീക്ക് പ്ലേസ് ഫോർ വെറൈറ്റി കളക്ഷൻ. ഇത് അവരുടെ യൂണിറ്റ് 4 ആണ്. സോ ദാറ്റ് മീൻസ് ദേ മേ ഹാവ് ദ അതർ 3 യൂണിറ്റ്സ് ഓൺ ദ സെയിം വേ. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ബോൺസായിൻ്റെ ഇതാണ്. പക്ഷെ ഇത്രയും വലിയ തരത്തിലുള്ളൊരു ബോൺസായി നല്ല രസമുണ്ട് കാണാൻ. ഹ്യൂജ് കളക്ഷൻ ഒക്കെ ആണ്. All varieties of just wanted to see one. एक बार देखना है. Oh, this is also bonsai. This is very nice. Bonsai. So നമ്മൾ കണ്ട ബനിയൻ ട്രീൻ്റെ ടൈപ്പിലുള്ള ഒരു റൂട്ടിൽ, പക്ഷേ ഇത് ബനിയൻ ട്രീ അല്ല. Look at the leaves. It's not banyan tree. Isn't that so obvious? Banyan trees are pretty big. No, but their roots looks like. It's a mangrove. Most probably. That's why its roots are outside. വലിയ ഗാർഡനൊക്കെ ഉള്ള അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ എത്ര ഉണ്ട് ഇവിടെ. All pebbles with all varieties. Very big. This is huge. ബാംഗ്ലൂർ ഇത്ര വലിയ പോട്ടും ഇത്ര ബനിയൻ ട്രീ, ഇത്ര വലിയ ബോൺസായി ഒക്കെ വയ്ക്കാൻ പറ്റിയ ഗാർഡനൊക്കെ ഉള്ള അവർ ലൈക്ക് ഇറ്റ്സ് എ എക്സാമ്പിൾ ഓഫ് ലക്ഷറി. അത്ര വലിയ ഗാർഡനൊക്കെ ഉള്ള വീടാണെങ്കിൽ ദാറ്റ് കനോട്ട് ബി കോൾഡ് എസ് വീട്, ബംഗ്ലോ. ഹ്യൂജ് ഡിസ്റ്റൻസ് ദേ ആർ ടേക്കിംഗ് plants from one place to the other. നമ്മുടെ നോർമൽ നഴ്സറി പോലെയല്ല, ഭയങ്കര വലിയ വലിയ പോട്ട്സും വലിയ വലിയ ട്രീസിൻ്റെ അതുമൊക്കെയാണ്. ഓ, ദിസ് ഇസ് അമേസിങ്. അത് ബോൺസായി, വൺ മോർ കൈൻഡ് ഓഫ്. ഇറ്റ്സ് സോ ഗുഡ്. ഓ, ഇത്ര വലിയൊരു നഴ്സറി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിന് കയറിയതാണ്, പക്ഷെ കയറി കാണാൻ മാത്രം ഉണ്ട് ഇതിനകത്ത്.
അങ്ങോളം നടക്കാനുണ്ട്, ഇനി നടക്കാനില്ല. നടന്ന് ക്ഷീണിച്ചു, ഇതിൻ്റെ ഉള്ളിൽ നടന്ന് ക്ഷീണിച്ചു. അപ്പം നമുക്ക് തിരിച്ചു പോവാം. അങ്കു, യു വാണ്ട് ടു ഗോ ബാക്ക്? Huge it is. So if anybody wanted to build a garden, renovate their garden, or want to find something different, maybe this is the way, this is a place where you can visit. You have a number of shopping opportunity for plants, garden items, garden materials. Yeah, this must be for sale only. അപ്പോൾ അങ്ങനെ അപ്പോൾ ശരി, ബൈ, സീ യു. അപ്പോൾ നഴ്സറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കയറി നോക്കിയത് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ആർക്കെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ മേ ബി ദിസ് ഇസ് ദ റൈറ്റ് റൂട്ട്, യു ഷുഡ് കം ആൻഡ് ബൈ ദോസ് പ്ലാന്റ്സ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് click the like button, share your comments, and don't miss to subscribe the channel. Every Wednesday and Saturday I'll be uploading travel stories through Sheba's Travel Stories. Thank you so much for all your support and subscriptions. Thank you.